പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു 2.1 സ്റ്റീരിയോ ആംപ്ലിഫയർ ആണ്. അതായത് സബ് ഒരു 250 വാട്ട്സ് RMSും പെർ ചാനൽ 100+100 വാട്ട്സ് കിട്ടുന്ന ഒരു അടിപൊളി ഹെവി ആയിട്ടുള്ള ഒരു 2.1 ആംപ്ലിഫയർ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെന്ന് വരും, ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. നമുക്ക് ഈ കോപ്പിറൈറ്റിന്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ പല വീഡിയോകളും നമുക്ക് ടെസ്റ്റ് വീഡിയോ സോങ്സ് ഒന്നും നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. കാരണം ഞാനിപ്പോൾ ഇട്ടേക്കുന്ന വീഡിയോയ്ക്കൊക്കെ കോപ്പിറൈറ്റ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മുടെ ഈ ചാനലൊക്കെ നമ്മൾ ഇത്രയും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് അങ്ങനെ സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ ചാനലിനെ അത് ബാധിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കത് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോ ആക്കി ഞാൻ നമ്മളുടെ ഈ ഒരു സിസ്റ്റത്തിന്റെ ടെസ്റ്റ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. ദയവായി എല്ലാവരും ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ ആംപ്ലിഫയറിന്റെ ഫ്രണ്ട് ലുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു മാറ്റ് ഗ്ലോസി ഫിനിഷിലാണ് നമ്മൾ ഈ ഒരു ആംപ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അക്രിലിക് പാനൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു മാറ്റ് ആൻഡ് ഗ്ലോസി ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ 3 വേ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ആംപ്ലിഫയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒരു സബിൻ്റെ ഒരു കൺട്രോളറും പിന്നെ ഒരു മാസ്റ്റർ കൺട്രോളറും പിന്നെ ഇവിടെ നമ്മൾ ഒരു മിഡിന് വേണ്ടി ഒരു കൺട്രോളർ കൊടുത്തിട്ടുണ്ട്, ബാസിന് വേണ്ടി ഒരു കൺട്രോളർ കൊടുത്തിട്ടുണ്ട്, പിന്നെ അതേപോലെ തന്നെ ട്രബിളിന് വേണ്ടിയും കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ മാനുവലായിട്ട് നമുക്ക് സ്വിച്ചസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഇതിലെ സോങ്സും ഒക്കെ നെസ്റ്റൊക്കെ പോകാൻ വേണ്ടി നമ്മൾ മാനുവലായിട്ട് നമ്മൾ ആ സ്വിച്ചസ് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു USB പോർട്ട്. ഇത്രയാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ടിൽ വരുന്നത്. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഒരു ഫ്രണ്ട് ലുക്ക് വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ ആംപ്ലിഫയറിൻ്റെ ഇൻറ്റീരിയർ വരുന്നത് ഇങ്ങനെയാണ്. നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ നീറ്റായിട്ട് തന്നെ വയറിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 27027 ഒരു 10 ആംപിയറിൻ്റെ ട്രാൻസ്ഫോമറാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു പവർ സപ്ലൈ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 MFTയുടെ കപ്പാസിറ്റർ 63 വോൾട്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ബ്രിഡ്ജൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പവർ സപ്ലൈ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന സബിന് വേണ്ടിയുള്ള ബോർഡ് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന നമ്മുടെ ബോർഡ് തന്നെയാണ്. 240-940യുടെ വിത്ത് ഫിൽറ്ററോട് കൂടിയ ബോർഡാണ്. നല്ല ഒരു പെർഫോമൻസ് തരുന്ന ഒരു ബോർഡാണ്. നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ബോർഡാണ്. പിന്നെ നമ്മൾ ഇവിടെ ഈ പ്രാവശ്യം നമ്മൾ എടുത്തിരിക്കുന്നത് നിങ്ങൾക്കറിയാം, ഞാൻ ഇതിൻ്റെ ഒരു റിവ്യൂ ഈ ഒരു ബോർഡിൻ്റെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ ഒരു റിവ്യൂ ഇതിനെപ്പറ്റി പറയണമെന്നില്ല. അപ്പോൾ ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ബോർഡ് നമ്മൾ വെച്ചിട്ട് ഒരു ആംപ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച്. ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. കാരണം ഞാൻ 3 വേ സിസ്റ്റങ്ങളൊക്കെ ഒരുപാട് ചെയ്തിട്ടുള്ളതിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ബോർഡാണ്. കാരണം നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള സൗണ്ടാണ് ഇതിനകത്തുനിന്ന് കിട്ടുന്നത്. അതിനൊരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ തന്നെ ഒരു 3 വേ ടോൺ കൺട്രോൾ ബോർഡ് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആ ഒരു ബോർഡുമായിട്ട് ഇത് നന്നായിട്ട് മാച്ച് ആകുന്ന രീതിയിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ആ ഒരു ഓഡിയോ ക്വാളിറ്റി നമുക്ക് കിട്ടുന്നത്. നല്ല ഓഡിയോ ക്വാളിറ്റി എന്ന് വെച്ചാൽ നല്ല ഓഡിയോ ക്വാളിറ്റിയാണ് കിട്ടുന്നത്. പിന്നെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു USB ബോർഡ് ബ്രെയിൻസ് ഓഡിയോസിൻ്റെ USB ബോർഡാണ്. അത്യാവശ്യം നല്ല റേറ്റുള്ള ഒരു ബോർഡുമാണ്. അതേപോലെ തന്നെ നല്ല ഓഡിയോ ക്വാളിറ്റി ഔട്ട് തരുന്ന ഒരു ബോർഡുമാണ്. നല്ല ഒരു ക്ലാരിറ്റി നമുക്ക് ഈ ഒരു ബോർഡിനകത്തു നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ ഒരു 2.1 സ്പീക്കർ പ്രൊട്ടക്ഷൻ നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. സബിന് വേണ്ടി ഒരു വലിയ റിലേയും 2 ചാനലിന് വേണ്ടി ചെറിയ 2 റിലേയും. അപ്പോൾ ഇത് വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബോർഡ് ആയതുകൊണ്ട് തന്നെ ഇതിൽ 12/12 ഡയറക്റ്റാണ് ഇതിൽ AC കൊടുക്കേണ്ടത്. പിന്നെ നമ്മളുടെ ഈ ഒരു ബോർഡിലാണെങ്കിലും സ്റ്റീരിയോയുടെ ബോർഡ് 27/27 തന്നെയാണ്. ഇതിലും ഡയറക്റ്റ് നമ്മൾ AC വോൾട്ടേജാണ് ഇതിലും കൊടുക്കേണ്ടത്. നമ്മൾ ഇവിടെ ഒരു കൂളിംഗ് ഫാൻ നമ്മൾ എക്സ്ട്രാ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് സബിൻ്റെ ബോർഡിന് വേണ്ടി ഒരു കൂളിംഗ് ഫാൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. കൂളിംഗ് ഫാൻ പിന്നെ അല്ലാതെ നമ്മുടെ ഈ ഒരു സ്റ്റീരിയോ ബോർഡിലും അതിൽ ഓൾറെഡി ഒരു കൂളിംഗ് ഫാൻ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ഒരു RCA സോക്കറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. RCA സോക്കറ്റിനകത്ത് നമ്മൾ കസ്റ്റമർ പറഞ്ഞതനുസരിച്ച് അവർക്ക് സബിൻ്റെ പ്രീ ഔട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്രീ ഔട്ടും നമ്മൾ ഇതിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കാണുന്നത് ഇത് ഒരു RCA സിംഗിൾ RCA ആണ്. അപ്പോൾ അത് നമുക്ക് ആൻറ്റിനയായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് FM-ൻ്റെ ആൻറ്റിനയായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതൊക്കെയാണ് നമ്മളുടെ ആംപ്ലിഫയറിന് ഉള്ളിലെ കാഴ്ചകൾ. ഇതൊക്കെയാണ് ഫ്രണ്ട്സ്. ഇതാണ് ആൻറ്റിനയ്ക്ക് വേണ്ടി നമ്മളൊരു സിംഗിൾ RCA സോക്കറ്റ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് സബിൻ്റെ ആ പ്രീ ഔട്ട് നമ്മളിവിടെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ 2
RCA പിന്നിൽ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ബാക്കിലായിട്ട് നമ്മുടെ ഫാനിൻ്റെ ഒരു ഗ്രില്ല് ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ ബനാന സോക്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ സബിനും 2 ചാനലിനും വേണ്ടി നമ്മൾ സ്പീക്കർ ഔട്ട് എടുത്തിരിക്കുന്നത്. ബനാന സോക്കറ്റ് വെച്ചിട്ടാണ്. പിന്നെ ഒരു 3 ആമ്പിൻ്റെ ഫ്യൂസ് നമ്മളിവിടെ യൂസ് ചെയ്തു. ആംപ്ലിഫയറിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇതുപോലുള്ള സിസ്റ്റം നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിരിക്കാം. കൊടുത്തേക്കുന്ന നമ്പറിൽ നിങ്ങൾ ദയവായി മെസ്സേജുകൾ ഒഴിവാക്കിക്കൊണ്ട് ഡയറക്റ്റായിട്ട് കോൾ വിളിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ഉപകാരം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ സിസ്റ്റത്തെ പറ്റി ഇനി നിങ്ങൾക്ക് ഒരു സിസ്റ്റം ചെയ്യാനൊക്കെ ആണെങ്കിൽ തന്നെ ആ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം പുതിയൊരു വീഡിയോമേ ഉടനെ എത്തുന്നതായിരിക്കും.